അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും ചായ കുടിച്ച് റെഡിയായിട്ടില്ലേ? നിസ്കാരങ്ങളൊക്കെ ഉമ്മ പറയാതെ തന്നെ വീട്ടിൽ നിന്ന് നിങ്ങൾ നിസ്കരിക്കാറില്ലേ? ഉമ്മ പറയാതെ തന്നെ നിസ്കരിക്കാൻ നമ്മൾ ശീലിക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും ഖുർആൻ പാരായണങ്ങളൊക്കെ അധികരിപ്പിക്കാറില്ലേ? ഉണ്ടല്ലേ? നല്ല കുട്ടികൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അഖ്ലാഖിലെ ഇയാദത്തുൽ മരീദ് എന്ന പാഠമാണ്. അപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങൾ തമ്മിൽ നിറവേറ്റേണ്ട കടമകളെ സംബന്ധിച്ച്, കടപ്പാടുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? മുസ്ലിമീങ്ങൾ തമ്മിൽ നിറവേറ്റേണ്ട ഒരുപാട് കടപ്പാടുകൾ നമ്മൾ പറയുകയുണ്ടായി. സലാം പറയുന്നതിനെ സംബന്ധിച്ച്, തശ്മീത്തുൽ ആതിസ് അഥവാ തുമ്മിയവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇയാദത്തുൽ മരീദ് അഥവാ രോഗസന്ദർശനം. ഒരു മുസ്ലിം രോഗിയായാൽ അവനെ സന്ദർശിക്കൽ മറ്റു മുസ്ലിം സഹോദരങ്ങൾക്ക് സുന്നത്താണ്, അഥവാ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? ഒരു മുസ്ലിമിന് രോഗം ബാധിച്ചാൽ, ഒരു മുസ്ലിം രോഗിയായാൽ അവനെ ചെന്ന് കാണുക എന്നത് മുസ്ലിമീങ്ങൾ തമ്മിൽ നിറവേറ്റേണ്ട കടമകളിൽപ്പെട്ടതാണ്, സുന്നത്തുള്ള കാര്യമാണ്, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അപ്പം ഇസ്ലാമിക സാഹോദര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഇയാദത്തുൽ മരീദ് അഥവാ രോഗസന്ദർശനം എന്നത്. രോഗസന്ദർശനത്തിന് വലിയ പുണ്യം ഉണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ രോഗിയായിരിക്കുമ്പോൾ സന്ദർശിക്കുന്നവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ സ്വർഗപ്പൂന്തോപ്പിലാണിരിക്കുന്നതെന്നും അവന് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ 70 മലക്കുകളെ അള്ളാഹു നിയോഗിക്കുമെന്നും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലിയ പുണ്യമല്ലേ? അപ്പോൾ നമ്മൾ ഒരു രോഗിയെ ചെന്ന് കാണുകയാണ്. അവൻ്റെ തലയുടെ ഭാഗത്തായിട്ട് നമ്മൾ ഇരിക്കുമല്ലോ. അവൻ ഇരിക്കുന്ന സമയം അത്രയും സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നും അവൻ്റെ നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ 70 മലക്കുകളെ അള്ളാഹു നിയോഗിക്കുമെന്നും ഇന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട, ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിനും വേണ്ടി സദാ ഇബാദത്തിൽ മുഴുകുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ അടിമകളാണ് മലക്കുകൾ. ആ മലക്കുകളുടെ ഏതെങ്കിലും ഒരു മലക്കിൻ്റെ പ്രാർത്ഥന കിട്ടിയാൽ തന്നെ പോരെ നമുക്ക് വിജയിക്കാൻ, ഇരു ലോകത്തും നമ്മൾ വിജയികളാകാൻ? അത് തന്നെ പോരെ? അപ്പം വലിയ പുണ്യമാണ്
രോഗസന്ദർശനത്തിന് അള്ളാഹുവിൻ്റെ ഹബീബ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. രോഗം എത്ര ചെറിയ രോഗമാണെങ്കിലും, നിസാരമായ രോഗമാണെങ്കിൽ പോലും സന്ദർശിക്കൽ സുന്നത്തുള്ള കാര്യമാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ചെറിയ രോഗം എന്ന് പറയുമ്പം എന്താ, ഇപ്പം നമ്മളൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണാൻ പോവുക, രോഗിയായവരെ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ വലിയ മാരകമായ രോഗം ബാധിച്ച് കിടക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പോവുള്ളൂ അല്ലേ? വൃക്ഷങ്ങളിൽ നിന്നൊക്കെ വീണിട്ട് കൈകാലുകളൊക്കെ പൊട്ടിക്കിടക്കുന്നവരെ ചിലപ്പം കാണാൻ പോകും. അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ രോഗം ബാധിച്ച് കിടക്കുന്നവരെയൊക്കെ ചിലപ്പോൾ നമ്മൾ കാണാൻ പോകും അല്ലേ? അങ്ങനെയാണ് അധികവും. അങ്ങനെയല്ല വേണ്ടത്. ചെറിയ രോഗമാണെങ്കിൽ പോലും രോഗിയായിട്ടുണ്ട് എന്ന് കേട്ടാൽ നമ്മൾ ചെന്ന് കാണണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം. അത് സുന്നത്താണ്. ചെങ്കണ്ണ് പോലുള്ള അസുഖമാണെങ്കിൽ പോലും നമ്മൾ ചെന്ന് കാണണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം. എന്തിനാണ് ചെന്ന് കാണണം, സന്ദർശിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ വരവ്, നമ്മുടെ ആഗമനം രോഗിയുടെ മനസ്സ് സന്തോഷിക്കാൻ കാരണമാകും. നമ്മൾ ചെന്ന് കാണുമ്പം ഒരു രോഗിയുടെ അടുത്ത് പോയി അവൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് അവനോട് കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പം ആ രോഗിയുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുമ്പം അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ് സന്തോഷിക്കുമ്പം അവനിക്ക് അത് വലിയ ഒരു ആശ്വാസമാകും. ആ ആശ്വാസം കിട്ടുമ്പോൾ തന്നെ അവൻ്റെ പകുതി അസുഖവും അതോടുകൂടെ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ചെന്ന് കാണണം, സന്ദർശിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പോയി സന്ദർശിക്കണം, ചെന്ന് കാണണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം. അപ്പോൾ നമ്മൾ ചെന്ന് കാണുമ്പം ചില രോഗികൾക്ക് സന്ദർശകർ വന്ന് കുറേ നേരം ഇരിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, താല്പര്യം ഉണ്ടാകില്ല. അങ്ങനെ താല്പര്യമില്ലാത്ത രോഗികളാണെങ്കിൽ കുറേ നേരം അവൻ്റെ അടുക്കൽ സമയം ചെലവഴിക്കരുത്. ഒന്ന് കണ്ടുകാണ്ട് വേഗം പോരുകയാണ് വേണ്ടത്. എന്നാൽ നമ്മൾ ആ രോഗിയുടെ അടുത്ത് ചെന്നിരിക്കുന്നതാണ് ആ രോഗിക്ക് കൂടുതൽ താല്പര്യമെങ്കിൽ, ഇഷ്ടമെങ്കിൽ അവൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് യാതൊരുവിധ വിരോധവുമില്ല. താല്പര്യമില്ലാത്ത രോഗിയാണെങ്കിലോ വേഗം പോരണം. അവിടെ കുറേ സമയം തങ്ങൽ കറാഹത്താണ്. മനസ്സിലായല്ലോ? രോഗിക്ക് നമ്മുടെ സന്ദർശനം കൂടുതൽ സമയമാക്കുന്നത് താല്പര്യമില്ലെങ്കിൽ പെട്ടെന്ന് പോരുകയാണ് വേണ്ടത്. താല്പര്യമുള്ള രോഗിയാണെങ്കിൽ കൂടുതൽ സമയം അവൻ്റെ അടുത്ത് ചെലവഴിക്കുന്നതിന് വിരോധമില്ല. ഇനി രോഗികൾ, പലതരത്തിലുള്ള രോഗികളുണ്ടാകും അല്ലേ? ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷയുള്ള രോഗികളുണ്ടാകും. അതുപോലെ തന്നെ ആ രോഗത്തിൽ തീർച്ചയായിട്ടും മരിക്കും എന്ന് നിശ്ചയമുള്ള രോഗികളുമുണ്ടാകും. നമ്മൾ ചെന്ന് സന്ദർശിക്കുന്നത് ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷയുള്ള രോഗിയാണ്. അത്തരത്തിലുള്ള ഒരു രോഗിയെയാണ് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു രോഗിയെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ രോഗശമനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവൻ്റെ രോഗം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഈ സഹോദരൻ്റെ രോഗം എത്രയും പെട്ടെന്ന് തന്നെ നീ ശിഫയാക്കണേ അല്ലാ.
മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാലും മതി. ഈ സഹോദരൻ്റെ രോഗം എത്രയും പെട്ടെന്ന് തന്നെ നീ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഞങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വരാനുള്ള ആഫിയത്ത് ഈ സഹോദരൻ നൽകണേ അല്ലാ എന്നുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, നമ്മൾ ചെന്ന് കാണുന്നത് മരിക്കുമെന്ന് ഉറപ്പുള്ള രോഗിയാണ്, വലിയ മാരകമായ രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുകയാണ്, തീർച്ചയായിട്ടും ആ രോഗി മരിക്കും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ രോഗിയുടെ അടുത്ത് ചെന്ന് യാസീൻ സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. സൂറത്തു യാസീൻ നിങ്ങളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ സൂറത്തു യാസീൻ അവിടെ വെച്ച് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. പിന്നെ ആ രോഗിയോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുവാൻ വേണ്ടി പ്രേരിപ്പിക്കണം. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളുടെ മേൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ ആ രോഗിയോട് നമ്മൾ പറയണം. അവൻ്റെ റബ്ബിനെ സംബന്ധിച്ചിട്ടുള്ള ആശ, അവൻ്റെ റബ്ബിനെ സംബന്ധിച്ചിട്ടുള്ള ആശ മെച്ചപ്പെടുത്തി കൊടുക്കുകയും വേണം. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കാരുണ്യവാനാണ്, പുറത്തു തരുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് നിനക്ക് തീർച്ചയായിട്ടും സ്വർഗം ലഭിക്കും, യാതൊരുവിധ ഭയപ്പാടിലും നീ അകപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ആശ മെച്ചപ്പെടുത്തി കൊടുക്കുകയും വേണം. അപ്പം നമ്മൾ പറഞ്ഞത് രോഗസന്ദർശനം എന്നത് ഇസ്ലാമിക സാഹോദര്യത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. രോഗസന്ദർശനത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിച്ചു വച്ചത്. ഇനി നമുക്ക് പാഠമൊന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് പറയാൻ വിട്ടുപോയ ഒരു കാര്യവും കൂടി ഉണ്ട്. രോഗി ശത്രുവാണെങ്കിലും നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും സന്ദർശിക്കൽ സുന്നത്തുണ്ട്. ചില ആൾക്കാർ ഓൻ്റെ ശത്രുവാ, ഓൻ അങ്ങനെ കടന്നോട്ടെ, ഞാൻ കാണാൻ പോകൂല എന്നൊക്കെ വാശി പിടിക്കുന്ന ആളുകളുണ്ട്. അതൊന്നും നല്ല ശീലമല്ല. ശത്രുവാണെങ്കിലും സന്ദർശിക്കൽ സുന്നത്ത് തന്നെയാണ്. അപ്പോൾ രോഗി ശത്രുവാണെങ്കിലും നമുക്ക് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലൊക്കെ സന്ദർശിക്കൽ സുന്നത്തുള്ള കാര്യം തന്നെയാണ്. ഇനി എല്ലാവരും ബുക്കെടുക്കൂ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാഠം 4, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. ഒരു മുസ്ലിം രോഗിയായാൽ അവനെ സന്ദർശിക്കൽ മറ്റു മുസ്ലിംകൾക്ക് സുന്നത്താണ്. മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുള്ള കടപ്പാടുകളിൽപ്പെട്ട മറ്റൊന്നാണിത്. സഹോദരൻ രോഗിയായിരിക്കുമ്പോൾ സന്ദർശിക്കുന്നവൻ അവിടെ നിന്ന് എഴുന്നേൽക്കും വരെ സ്വർഗപ്പൂന്തോപ്പിലാണിരിക്കുന്നതെന്നും അവൻ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ 70 മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗം എത്ര ചെറുതാണെങ്കിലും സന്ദർശിക്കൽ സുന്നത്തു തന്നെയാണ്. രോഗി ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും അവനെ കാണാൻ പോകണം. രോഗത്താൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നയാൾക്ക് സന്ദർശകരുടെ ആഗമനം ഒരു ആശ്വാസമേകുന്നതും അതുമൂലം അയാൾ സന്തോഷിക്കുന്നതുമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാൽ രോഗിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനും വിരോധമില്ല. കൂടുതൽ സമയം ഇരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ആളാണ് രോഗിയെങ്കിൽ വേഗം പോരുകയാണ് വേണ്ടത്. സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗമാണെങ്കിൽ രോഗിയുടെ രോഗശമനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും മരിക്കുമെന്ന് പേടിക്കപ്പെടുന്ന രോഗമാണെങ്കിൽ തൗബ ചെയ്തു മടങ്ങുവാൻ രോഗിയെ പ്രേരിപ്പിക്കുകയും വേണം. എല്ലാവരും വായിച്ചല്ലോ. പാഠഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.
അതിലെ ചോദ്യോത്തരങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയുമൊക്കെ നല്ല സ്വാലിഹായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.